ഓക്കെ, കോഴിക്കോടൻ ദം ബിരിയാണി ഉണ്ടാക്കുമോ? പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വേർഷൻ ഓഫ് കോഴിക്കോടൻ ദം ബിരിയാണി ഉണ്ടാക്കാം. എന്നാ നമുക്ക് ഉണ്ടാക്കിയാലോ? അങ്ങനെ 3 ഉള്ളി എടുത്തിട്ട് ചോപ്പ് 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 ചെയ്തിട്ട് കൂടെ ഒരു ബോളെ കൂടെ മാറ്റി വെച്ചോ. ബോളോ പെസോ, അതായത് ചതക്കുന്ന സാധനം എടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിട്ട് നല്ല ഇടിച്ച് ചതച്ച് ചമ്മന്തി ആക്കി പേസ്റ്റ് ആക്കി കുറച്ചെടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ടോ. 2 ഫുള്ള് തക്കാളിയും കൂടെ ചോപ്പ് ചെയ്ത് അങ്ങോട്ട് ഇടുക. മല്ലിപ്പൊടി, മുളക് പൊടി, ബിരിയാണി മസാല, അതില്ലെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി കേട്ടോ. കുറച്ച് ഗീ, കുറച്ച് വെജിറ്റബിൾ ഓയിൽ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണം യൂസ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ആൻഡ് സ്ക്വീസ് ഓഫ് ലെമൺ ആൻഡ് ഫ്രൈഡ് ഓണിയൻ. എന്നിട്ട് കൈ കൂടെ നല്ലോണം കൂടെ കുഴച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്തോ. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ചേർക്കുക. ഞാനിവിടെ ഒരു ഫുൾ കോഴിയായിട്ട് എടുത്തത്. അതിലേക്ക് യോഗട്ട് അല്ലെങ്കിൽ തൈര് എതിരെ കൂടെ തിരുമ്പി പിടിച്ചങ്ങോട്ട് കുഴച്ചും കൂടെ മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് സെറ്റ് ആക്കി കൊണ്ട് മാറ്റി വെച്ചു. ഞാനൊരു വലിയ പോട്ടിലിട്ടോ കുക്ക് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഗീ, കുറച്ച് ഓയിൽ വയ്ക്കുക. നമ്മൾ നേരത്തെ വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് കൂടെ ഇടുക. എന്നിട്ട് നാലോണം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ബേ ലീഫ് പിരിച്ചിടുക. പട്ട, ഗ്രാമ്പൂ, സ്റ്റാറോ, തക്കോലോ, ചെറിയ ജീരകം, പെരിയ ജീരകം, ആർക്കും വേണ്ടാത്ത ഏലക്ക. ഏറെ നാലോണം മൂപ്പിച്ചെടുക്കുമ്പോൾ സ്മെല്ലും കൂടെ വരും. അതിലേക്ക് 2 മണിക്കൂർ കുതിർത്ത് വെച്ച ജീരകശാല റൈസ് ഓർ കൈമ റൈസ് ഏറെ നാലോണം ഇളക്കി സെറ്റ് ചെയ്ത് അതിലേക്ക് ചൂട് വെള്ളം കൂടെ വയ്ക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേവ് കുറഞ്ഞായിരിക്കും വെള്ളത്തിന്റെ ലെവൽ പറയുമ്പോൾ അരയിഞ്ച് കേട്ടോ. പിന്നെയും സ്ക്വീസ് ഓഫ് ലെമൺ അത്തോലിയിലേക്ക് ഇട്ടോ. കുറച്ച് റോസ് വാട്ടർ, ഫ്രൈഡ് ഓനിയൻ, കുറച്ച് ബിരിയാണി മസാല ഓർ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതിന് നാലോണം കൂടെ ഇളക്കി സെറ്റ് ചെയ്യുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതേപോലെ അങ്ങോട്ട് വരും. എന്നിട്ട് കൊണ്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ റൈസ് സെറ്റ്. എന്നിട്ട് അതിലുള്ള റൈസ് മൊത്തം കൊണ്ട് മാറ്റി വെക്കും. അതിന് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചിക്കൻ മുതലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങോട്ട് അടച്ചു പിടിച്ചൊരു കുക്ക് ചെയ്താൽ നല്ല കുട്ടപ്പന അതിനെ കൊണ്ട് കിട്ടും. ചിക്കൻ നല്ല കുക്ക് ചെയ്താൽ അതിലേക്ക് പുതിനല, മല്ലിയല, അതിന് നമ്മൾ കുക്ക് ചെയ്ത റൈസ് ഇട്ട് ഒരു ലെവലാക്കുക. ഫ്രൈഡ് ഓനിയൻ അങ്ങോട്ട് വെതറുക. കുനുകുനാ ചോപ്പ് ചെയ്ത മല്ലിയല, പുതിനല, മഞ്ഞപ്പൊടിയും പാലും കലക്കിയുള്ള മഞ്ഞപ്യാൻ. പിന്നെ റൈസ് ഇട്ട് ലെവലാക്കുക. ഫ്രൈഡ് ഓനിയൻ, മല്ലിയല, പുതിനല, മഞ്ഞപ്യാൻ. പിന്നെ റൈസ് ഇട്ട് ഒരു ലെവലാക്കുക. നീ ഫ്രൈഡ് ഓനിയൻ, മല്ലിയല, പുതിനല, മഞ്ഞപ്യാൻ. പിന്നെ റൈസ് ഇട്ട് ലെവൽ ചെയ്യുക. ഫ്രൈഡ് ഓനിയൻ, മല്ലിയല, മഞ്ഞപ്യാൻ. കഴിഞ്ഞിട്ടോ. ഫൈനലി ഒരു ടീസ്പൂൺ ഓഫ് ഗീ. ഇതൊരു ഫോയിൽ വെച്ചിട്ട് 4 കൂടെ അടച്ച് എയർ ടൈറ്റ് ആക്കി കൊണ്ട് ദം ചെയ്യാൻ പോകണം. ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂറും കൊണ്ട് കുക്ക് ചെയ്യുക. ഫ്ലെയിം ഓഫ് ആക്കി 1/2 മണിക്കൂറും കൂടെ വെച്ചോ. വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി തണുക്കാൻ വെച്ചോ. എന്നിട്ട് അങ്ങോട്ട് ദം റൊറ്റ കൊണ്ട് തുറക്കലും കൊണ്ട് തുറന്നോടല്ലോ. ഒരു മണം കൊണ്ട് വരും, കണ്ടില്ലേ പൊളി. എന്നിട്ട് കൊണ്ട് റൈസും കൊണ്ട് ഇളക്കി സെറ്റ്. റൈസ് എങ്ങനെ സെർവ് ചെയ്യുന്നതും കൂടി കാണിച്ചാൽ ഈ റൈസ് മൊത്തം കൊണ്ട് എടുത്ത് മാറ്റിക്കോ. എന്നിട്ട് ഈ മസാല മൊത്തം കൊണ്ട് ഇളക്കി സെറ്റ് ചെയ്തിട്ട് ഒരു ബോൾ എടുത്തിട്ട് കുറച്ച് ചിക്കനും കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് റൈസും കൂടെ കൊണ്ട് പരത്തി ലെവലാക്കി കൊണ്ട് സെറ്റ് ആക്കിയിട്ട് നേരെ ഒരു കാമത്തെയും കൊണ്ട് 2 അടിയും കൂടെ കൊടുത്തോ. എന്നിട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ കണ്ടില്ലേ നമ്മളെ ബിരിയാണി സെറ്റ്. എന്നിട്ട് വേണം നിങ്ങൾക്ക് സാലഡ് ചേർക്കാൻ, കുറച്ച് അച്ചാറോ കിച്ചാറോ എന്ത് വേണം ചേർക്കാൻ. സോ നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഈസ് റെഡി. അല്ല പഞ്ഞിക്കെട്ട് പോലത്തെ ചിക്കൻ കണ്ടോ, പൊളിയല്ലേ. ഒരു ചിക്കനും റൈസും അച്ചാറും കിച്ചാറൊക്കെ വെച്ചിട്ട് പിടുത്തങ്ങോട്ട് പിടിച്ചാണ്ടല്ലോ. സ്വർഗം, അടിപൊളി. നമ്മുടെ കോഴിക്കോടൻ ദം ബിരിയാണി ഇത് പൊള്ളി സാധനമാണ്. അപ്പൊ ഈ റെസിപ്പി ട്രൈ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാ പിന്നെ ഗൈസ്, ഓക്കെ.